അനാക്കോണ്ടകളും പിരാനകളും ഒക്കെ സ്വൈരവിഹാരം നടത്തുന്ന ആമസോൺ കാടുകളെ പറ്റി ആമുഖത്തിന്റെ ആവശ്യമില്ലല്ലോ. ഇത്രയും അപകടം നിറഞ്ഞ വനത്തിലേക്ക് ആമസോണിൽ എവിടെയോ മറിഞ്ഞു കിടക്കുന്ന അജ്ഞാത നഗരം തേടിപ്പോയ ഒരു പര്യവേഷകന്റെ യഥാർത്ഥ കഥയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അയാൾ ആമസോണിൽ കണ്ട കാര്യങ്ങളാണ് പിന്നീട് ചുരുടഴിയാത്ത രഹസ്യങ്ങളായി മാറിയത്. അയാൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? അയാൾ അജ്ഞാത നഗരം കണ്ടെത്തിയോ? ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഒരുപാട് സാഹസികത ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്ന പേഴ്സി ഫോസറ്റ് ആണ് പ്രധാന കഥാപാത്രം. ബ്രിട്ടീഷുകാരനായ പിതാവ് എഡ്വേർഡ് ഫോസറ്റ് ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുത്ത സാഹസിക കഥകൾ കുഞ്ഞു പേഴ്സിയെ ചെറുപ്പത്തിൽ വല്ലാതെ സ്വാധീനിച്ചു. അദ്ദേഹത്തിന് ജാക്ക്, ബ്രയൻ എന്നീ 2 ആൺമക്കളും ഉണ്ടായിരുന്നു. 1901 അദ്ദേഹം പര്യവേഷണവും ഭൂപട നിർമ്മാണവും തൊഴിലാക്കിയ RGS റോയൽ ജിയോഗ്രഫിക്കൽ സൊസൈറ്റിയിൽ ചേർന്നു. അവരുടെ കൂടെ ആഫ്രിക്കയിൽ ഉൾപ്പെടെ അനേകം സാഹസിക യാത്രകൾ നടത്തിയ ഫോസറ്റ് തന്റെ 39ാമത്തെ വയസ്സിലാണ് ബ്രസീൽ ബൊളീവിയ അതിർത്തിയിലെ അന്ന് വരെ മാപ്പ് ചെയ്യപ്പെടാത്ത ഒരു കൊടും വനത്തിൽ RGSന് വേണ്ടിയിട്ട് എത്തിയത്. 1907 ആ കാട്ടിലെവിടെയോ 62 അടി നീളമുള്ള ഭീമൻ അനാക്കോണ്ടയെ കണ്ടതായി അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തരം അസാമാന്യ നീളമുള്ള അനാക്കോണ്ടകളെ കണ്ടതായി പല പര്യവേഷകരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഇത്തരം പര്യവേഷണങ്ങൾക്കിടയിലാണ് ഫോസറ്റിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പുതിയ അറിവ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ബ്രസീൽ ആമസോണിലെ മാറ്റോഗ്രാസോ മേഖലയിലെ നിബിഡ വനത്തിലെവിടെയോ ഒരു അജ്ഞാത നഗരം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതായിരുന്നു ആ അറിവ്. പ്രാദേശിക നിവാസികളിൽ നിന്നും വനങ്ങളിൽ അധിവസിക്കുന്ന പ്രാകൃത വർഗക്കാരിൽ നിന്നും കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സെറ്റ് എന്ന് അദ്ദേഹം അതിനെ പേരിട്ട് വിളിച്ചു. എല്ലാവിധ പ്രകൃതി വിഭവങ്ങളും ലഭിക്കുന്ന ആമസോൺ വനങ്ങളിൽ ഇത്തരം ഒരു നഗരവും ഒരു പക്ഷേ ജനങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കണക്കുകൂട്ടി. ഇതിനിടെ ഫോസറ്റിന്റെ അനുമാനം ഊട്ടിയുറപ്പിക്കാൻ പാകത്തിൽ മാനുസ്ക്രിപ്റ്റ് 512 എന്ന് വിളിക്കുന്ന ഒരു രേഖയും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അങ്ങനെ 1922 മകൻ ജാക്കിനെയും അവന്റെ ഒരു സുഹൃത്തിനെയും കൂട്ടി ഫോസറ്റ് ബ്രസീലിലെത്തി. തന്റെ ദൗത്യം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ രക്ഷാദൗത്യവുമായി മറ്റൊരു സംഘത്തെയും അങ്ങോട്ട് അയക്കേണ്ടതില്ല എന്ന് ഒരു കുറിപ്പും എഴുതി വെച്ചാണ് ലണ്ടൻ വിട്ടത്. തോക്ക്, ആഹാര സാധനങ്ങൾ, ദിശാമാപ്പിനികൾ തുടങ്ങി എല്ലാ സജ്ജീകരണങ്ങളും കൂട്ടിയാണ് പരിചയസമ്പന്നനായ ഫോസറ്റ് യാത്ര തിരിച്ചത്. മകനെയും കൂട്ടുകാരനെയും കൂടാതെ 2 ബ്രസീലിയൻ സഹായികളും 2 കുതിരകളും 2 കോവർ കഴുതകൾ, 1 ജോഡി നായകളും ഫോസറ്റിന്റെ സംഘത്തിൽ ഉണ്ടായിരുന്നു. 9 ദിവസങ്ങൾക്ക് ശേഷം ആമസോണിന്റെ പോഷക നദിയായ സിംഗോ നദിയുടെ ഉത്തരഭാഗം കടന്നു ഇപ്പോൾ ഫോസറ്റ് ക്യാമ്പ് എന്ന് വിളിക്കുന്ന സ്ഥലത്തെത്തി. അവിടെ വെച്ച് അദ്ദേഹം തന്റെ ഭാര്യയ്ക്ക് കത്തെഴുതിയിരുന്നു. കത്തിൽ അവരിപ്പോൾ എവിടെയാണെന്നും ഇതുവരെ എന്തെല്ലാം അനുഭവിച്ചെന്നും മകന്റെ കൂട്ടുകാർ യാത്ര പൂർത്തിയാക്കുമോ എന്ന് സംശയമുണ്ടെന്നും ഇനിയുള്ള പരിപാടികൾ എന്തെല്ലാമായിരിക്കുമെന്നും വിശദമായി എഴുതിയിരുന്നു. പുറത്തേക്ക് പോകുന്ന ഒരു ആദിവാസിയുടെ കയ്യിലാണ് അദ്ദേഹം ഈ കത്ത് ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതായിരുന്നു അദ്ദേഹത്തെയും കൂട്ടരെയും അവസാനമായി ഒരാൾ കണ്ട സന്ദർഭം. പിന്നീട് അവർ എങ്ങോട്ട് പോയി എന്നോ അവർക്ക് എന്ത് സംഭവിച്ചു എന്നോ ഇന്നോളം പുറലോകത്തിനറിയില്ല എന്നതാണ് സത്യം. ഇരുണ്ട ആമസോൺ വനാന്തരങ്ങളിൽ പ്രശസ്തനായ ആ പര്യവേഷകനും മകനും സംഘവും എവിടെയോ പോയി മറഞ്ഞു. ഭാര്യക്കെഴുതിയ കത്തിന്റെ കൂടെ നോർത്ത് അമേരിക്കൻ ന്യൂസ് പേപ്പർ അലൻസിനും അദ്ദേഹം കത്തെഴുതിയിരുന്നു. അതിൽ പക്ഷേ സ്ഥലം മറ്റൊന്നായിരുന്നു. ഇത് ഫോസറ്റ് മനഃപൂർവ്വം തെറ്റിച്ച് എഴുതിയതാണെന്നാണ് ഇപ്പോൾ കരുതുന്നത്. പക്ഷെ എന്തിനാണ് അദ്ദേഹം അതിൽ തെറ്റായ വിവരം എഴുതിയതെന്ന് ഇന്നും ഉത്തരമില്ലാത്ത ചോദ്യമാണ്. ഫോസറ്റ് അവസാനം താമസിച്ചിരുന്ന ക്യാമ്പിനരികെ കാലാപോലോ എന്ന ആദിവാസികളാണ് താമസിച്ചിരുന്നത്. പിന്നീട് അവരിൽ നിന്നും കിട്ടിയ വിവരമനുസരിച്ച് ഫോസറ്റും സംഘാംഗങ്ങൾ ഒരു ദിവസം അവിടെ താമസിച്ചിരുന്നതായും പിന്നീട് കിഴക്ക് ദിക്ക് ലക്ഷ്യമാക്കി കാട് കയറിയതായും അറിയാൻ കഴിഞ്ഞു. ഓരോ ദിവസവും വൈകുന്നേരങ്ങളിൽ അവരുടെ ക്യാമ്പിൽ നിന്നുള്ള പുക കാണാമായിരുന്നെന്നും അങ്ങനെ 5 ദിവസങ്ങളോളം അവർ കണ്ടതായും പറഞ്ഞിരുന്നു. അവർ പോയ ദിക്കിൽ ഉണ്ടായിരുന്ന റെഡ് ഇന്ത്യൻ വർഗ്ഗക്കാർ അക്രമാസക്തനായിരുന്നാൽ അവർ ഫോസറ്റ് സംഘത്തെ അപ്പാടെ കൊന്നു കളഞ്ഞിരിക്കുകയാണ് സാധ്യത എന്നുമാണ് കാലാപോലോ ആദിവാസികൾ പറഞ്ഞത്. എന്നാൽ ചിലർ കരുതുന്നത് കാലാപോലോ ആദിവാസികൾ തന്നെയാണ് അവരെ കൊന്നത് എന്നാണ്. സത്യത്തിൽ ഇന്നേ വരെ 100ഓളം പര്യവേഷകരും പത്രപ്രവർത്തകരും ഫോസറ്റ് ദുരൂഹത അന്വേഷിച്ച് കാട് കയറി ജീവൻ കളഞ്ഞിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. എന്നാൽ ഫോസറ്റ് ആമസോൺ കയറിയത് വെറുതെ അല്ല എന്നാണ് പിന്നീട് ലോകം അറിഞ്ഞത്. അതായത് ഫോസറ്റിനെ അവസാനമായി കണ്ട സ്ഥലത്തിന് വളരെ ദൂരത്തല്ലാതെ നിബിഡ വനത്തിനുള്ളിൽ ഒരു പുരാതന നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ മൈക്കൽ ഹെക്കൻ വർഗർ എന്ന നരവംശാസ്ത്രജ്ഞൻ കണ്ടെത്തിയിരുന്നു. 1500 വർഷങ്ങൾക്ക് മുൻപ് 1,00,000-ഓളം ആളുകൾ താമസിച്ചിരുന്ന
കുഹു നഗരം ഇന്ന് കാടിനുള്ളിൽ ചിതറിക്കിടക്കുകയാണ്. 400 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ അവിടെ ആൾതാമസം ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്നു. ദ ലോസ്റ്റ് സിറ്റി ഓഫ് സെഡ് എന്ന സിനിമ ഈ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി എടുത്ത ഹോളിവുഡ് ചിത്രമാണ്.